നാട്ടിലെ ആദ്യകാലങ്ങളിലൊക്കെ ശേഖരൻ മാഷിന്റെ വിവാഹം പലരും ഒരല്പം അത്ഭുതത്തോടെയും വയസ്സായ കാലത്തിന്റെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിലരെങ്കിലും അടക്കം പറഞ്ഞിരുന്നു. പക്ഷെ പതുക്കെ പതുക്കെ സാവിത്രിയമ്മയും യദുകൃഷ്ണനും ആ നാടിന്റെ ഭാഗമായി മാറുകയായിരുന്നു. ദേവീക്ഷേത്രത്തിനോട് ചേർന്നുള്ള അമ്പലത്തിൽ ചെറിയ ഹാളിൽ സാവിത്രിയമ്മ ആഴ്ചയിൽ 2-3 ദിവസം സ്ത്രീകൾക്കായി ഭഗവത്ഗീത ക്ലാസ് എടുക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം പല അമ്മമാരും പ്രായം ചെന്നവരും സാവിത്രിയമ്മയുടെ ക്ലാസ്സിലേക്ക് ചെല്ലും. അവർ ലളിത സഹസ്രനാമവും ജാനപാനവും പാരായണം ചെയ്യേണ്ട വിധവും അർത്ഥങ്ങളും അവർക്ക് ചൊല്ലിക്കൊടുത്തു. മാഷിന്റെ വീടിനോട് ചേർന്ന് അയൽവക്കങ്ങൾ ഇല്ലായിരുന്നു. നിറയെ പറമ്പുകളും. സാവിത്രിയമ്മ വീട്ടിൽ ഇരുന്ന് മടുപ്പ് വരരുത് എന്ന് കരുതി മാത്രമല്ല മാഷ അമ്പലത്തിൽ ഇങ്ങനെയൊരു ക്ലാസ് ഏർപ്പാട് ചെയ്തത് സാവിത്രിയമ്മയ്ക്ക് മറ്റുള്ളവരുമായി ഇടപഴകാനും ഒരു സ്വീകാര്യത ലഭിക്കാനും വേണ്ടി കൂടിയാണ്. സാവിത്രിയമ്മ തന്നെയാണ് ഇങ്ങനെയൊരു ആശയം മാഷിന്റെ മുന്നിലേക്ക് വെച്ചത്. ക്ലാസുകൾ തികച്ചും സൗജന്യമായിരുന്നു. ഈശ്വരകാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നത് കാശ് വാങ്ങരുത് എന്നായിരുന്നു അവരുടെ പക്ഷം. യദുവും പതുക്കി ആ വീടിന്റെയും നാടിന്റെയും ഭാഗമായി. ഒരിക്കൽ അമ്പല കമ്മിറ്റി കൂടുകയായിരുന്നു. മാഷിന്റെ കൂടെ യദുവും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കാവടി ആട്ടത്തിലും നല്ലത് ആനപ്പൂരമാണെന്ന് പുതിയ കുട്ടികൾ ഒരു അഭിപ്രായമുണ്ട്. കാവടിയാട്ട് പൂർണ്ണമായി ഒഴിവാക്കി ആനകളെ കുറച്ചുകൂടെ എണ്ണത്തിൽ കൂട്ടി പൂരം നടത്തിയ മതിയെന്നാണ് ഒരു അഭിപ്രായം. പ്രസിഡന്റ് വാര്യർ മാഷ് പറഞ്ഞു നിർത്തി. അതിപ്പോ തലമുറയെ മാറിയല്ലോ, പിന്നെ ഇപ്പൊ അവരുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കണമല്ലോ. മാഷും അഭിപ്രായപ്പെട്ടു. ഞാനൊരു അഭിപ്രായം പറഞ്ഞുകൊള്ളട്ടെ, യദു വിനയത്തോടെ ചോദിച്ചു. തലമൂത്ത കാരണവന്മാർ യദുവിനെ ശ്രദ്ധിച്ചു. നമ്മളുടെ അമ്പലത്തിൽ മുരുക ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ടല്ലോ, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയമുള്ള കാര്യമാണ് കാവടിയാട്ടം. അമ്പലത്തിന്റെ വാസ്തുവും മുഖവും കൂടി ചേർന്ന് ഗണിക്കുമ്പോൾ ഇങ്ങനൊരു മാറ്റം ദേവപ്രീതി കളയാൻ ഇടയാക്കും. ഇവിടെ രണ്ടും വേണം. പിന്നെ ഒരു കളമെഴുത്ത് അടുത്തെപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാവിലെ നാഗങ്ങൾക്കായി നടത്തണം. ഒന്ന് പ്രശ്നം വെച്ച് നോക്കിക്കോളൂ. ചെറിയൊരു പോരായ്മ കാണാം. ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എനിക്ക് മനസ്സിലായത് പറഞ്ഞു എന്നേ ഉള്ളൂട്ടോ. ആരും ഒന്ന് ദേഷ്യം വിചാരിക്കരുത്. ആ ഒരു തുറന്നു പറച്ചിൽ ഏറെ മതിപ്പാണ് യദുവിനെ കുറിച്ച് മറ്റുള്ളവർക്കിടെ ഉണ്ടാക്കിയത്. പ്രശ്നം വച്ചിൽ നിന്നും യദു പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാവുകയും പരിഹാരക്രിയകൾ ചെയ്യാൻ കമ്മിറ്റി തീരുമാനിക്കുകയും ചെയ്തു. വലിയ ഏതോ ഇല്ലത്തെ മോന, മാസ്റ്റേയും ടീച്ചറിനെ പുണ്യം. നാട്ടുകാർ പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി. സാവിത്രിയമ്മയെ മിക്കവരും പേര് ടീച്ചർ എന്നാണ് വിളിച്ചു പോന്നത്. മാഷ് സാവിത്രിയമ്മയെ പരസ്പരം ആ വിളി ശീലമാക്കി. നീ എനിക്ക് നന്ദനെ തിരിച്ചെന്നു തമ്പി. മാഷ് ഏറെ സ്നേഹത്തോടെ മാധവൻ തമ്പി വിളിച്ചപ്പോൾ യദുവിനെ കുറിച്ച് പറഞ്ഞു. പ്രിയമോളുടെ മനസ്സിൽ പതിയെ നന്ദന്റെ മുഖത്തിന് യദുവിന്റെ ഛായ വരികയായിരുന്നു. ഒരു ദിവസം യദു അപ്രത്യക്ഷമായി ലീവെടുത്ത് വീട്ടിലേക്ക് വന്നു. വന്നപാടെ നിറയെ വെള്ളം കുടിച്ച് മുറിയിൽ കയറി കിടന്നു. ഇങ്ങനൊന്നും പതിവില്ലാത്തതാണല്ലോ. മാഷും സാവിത്രിയമ്മയെ പരസ്പരം നോക്കി. മാഷ് യദുവിന്റെ മുറിയിലേക്ക് ചെന്നു. കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. മാഷ് വിളിച്ചപ്പോൾ യദു എഴുന്നേറ്റിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അച്ഛനോട് പറയൂ, നമുക്ക് പരിഹാരമുണ്ടാക്കാം. തലയിൽ മൃദുവായി വെല്ലോടിച്ചുകൊണ്ട് മാഷ് യദുവിനോട് പറഞ്ഞു. ഒന്നുമില്ല അച്ഛാ, ചെറിയൊരു പനി പോലെ, അതാണ്. യദു ശേഖരൻ മാഷിന്റെ ചോദ്യത്തിന് യഥാർത്ഥ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറി. അച്ഛനോട് കളവ് പറയരുത്. മക്കൾ കളവ് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. അച്ഛനൊരു അധ്യാപകൻ കൂടി ആയിരുന്നിട്ടോ, മാഷ് വാത്സല്യത്തോടെ യദുവിനോട് പറഞ്ഞു. സാവിത്രിയമ്മയും മാഷും ഒരുപാട് നിർബന്ധിച്ചപ്പോൾ യദു സത്യം തുറന്നു പറഞ്ഞു. അച്ഛാ, എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ്. എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ആണ്. ഞങ്ങൾ സീരിയസ് ആയി റിലേഷനിലാണ്. ഞാൻ മാൾട്ടയിൽ പോയി വന്നിട്ട് ഒരാലോചനയുമായി അങ്ങോട്ട് ചെല്ലാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. മാഷ് സാവിത്രിയമ്മയും ആകാംക്ഷയോടെ യദുവിന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ വീട്ടിൽ ആലോചനകൾ കുറെ വരുന്നുണ്ട്. കുറെയൊക്കെ ഒഴിവാക്കി വിട്ടിട്ടുമുണ്ട് അവൾ. പക്ഷെ അവളുടെ തന്നെ ഒരു അകന്ന ബന്ധത്തിൽ നിന്നും ഒരാലോചന വന്നിട്ടുണ്ട്. ഏകദേശം നടക്കാൻ സാധ്യതയുമുണ്ട്. എന്നോട്
അവളുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ പറയാൻ അവൾ നിർബന്ധം പറയുന്നു. 2 വർഷമൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുവാൻ ബുദ്ധിമുട്ടാണത്രേ. വാക്കാൽ ഒരു ഉറപ്പിക്കലോ അല്ലെങ്കിൽ ഒരു ചടങ്ങോ നടത്തിയിട്ട് മാൾട്ടയ്ക്ക് പോയാൽ മതിയെന്ന് പറയുന്നു. കുട്ടിയുടെ പേരെന്താ? മാഷ് ചോദിച്ചു. ഗ്രീഷ്മ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും പിന്നെ 2 അനിയത്തിമാരും. അച്ഛന് ഒരു പലചരക്ക് കടയുണ്ട്. അമ്മ വീട്ടിൽ തയ്യലൊക്കെ ചെയ്യുന്നു. ഒരു അനിയത്തി നമ്മളുടെ പ്രിയമോളുടെ പ്രായം. മറ്റേ കുട്ടി അതിലും 2 വയസ്സുള്ളതാണ്. ഇത് പറഞ്ഞു നിർത്തി. ആ കുട്ടിയുടെ വീട്ടുകാർ കല്യാണം നടത്തുവാൻ നിർബന്ധം പിടിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. അധികം പ്രായവ്യത്യാസമില്ലാതെ പെൺകുട്ടികളല്ലേ അവർക്ക്, സാവിത്രമ്മ പറഞ്ഞു. പക്ഷെ അമ്മേ, പെട്ടെന്ന് അവരുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. എന്തേ കുട്ടി? അച്ഛനും അമ്മയും സമ്മതിക്കലും തോന്നിയിട്ടുണ്ടോ? യദുവിന്റെ ജീവിത പങ്കാളി യദുവിന്റെ ചോയ്സാണ്. അതിൽ അച്ഛനോ അമ്മയ്ക്കോ റോളില്ല. ഒരുമിച്ച് ജീവിക്കേണ്ട നിങ്ങളാണ്. മാഷ് തീരുമാനം പറഞ്ഞു. സാവിത്രമ്മയും യോജിച്ചു. വേണ്ട അച്ഛാ, അത് അങ്ങനെ അങ്ങ് തീർന്നോട്ടെ. ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നാൽ അവളും മാൾട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനും പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ഇതൊക്കെ മറക്കുമായിരിക്കും. യദു വിഷാദം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അങ്ങനെ മറന്നു കളയാനാണല്ലോ യദു നിങ്ങൾ 2 പേരും പ്രണയിച്ചത്. എന്റെ മകൻ അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ കൂടെ തന്നെ ജീവിക്കണം. എനിക്ക് നിർബന്ധമാണ്. യദുവിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എന്താന്ന് എനിക്കറിയാം. മാഷ് മുറിയിൽ പോയി ഒരു കെട്ട് കടലാസുമായി വന്നു. ഈ വീടും പറമ്പും കൂടി 50 സെന്റ് ഉണ്ട്. പിന്നെ 3 ഏക്കർ തെങ്ങും പറമ്പും ഉണ്ട്. ഇത് കൂടാതെ അമ്പലത്തിന്റെ പടിഞ്ഞാറ് വശത്ത് കുറച്ച് ഭൂമിയുണ്ട്. പണ്ടുകാലത്ത് സ്ഥലങ്ങൾക്ക് വിലയില്ലാത്ത സമയത്ത് വാങ്ങിയിട്ടവയാണ്. ഇപ്പോൾ ഇവിടെ അടുത്ത് പുതിയ IT പദ്ധതികൾ വരുന്നതിനാൽ സ്ഥലങ്ങൾക്ക് നല്ല വിലയുണ്ട്. ഈ സ്വത്തുക്കളെല്ലാം എന്റെ മരണശേഷം സാവിത്രിക്കും അതിനുശേഷം പ്രിയമോൾക്കും യദുവിനും തുല്യ അവകാശമാണ്. ഇതിൽ പെട്ടതാ ഒരു പറമ്പുണ്ട്. സ്കൂളിനടുത്ത് അത് പ്രിയമോളുടെ പേർക്ക് എഴുതിയിട്ടുണ്ട്. അത് അവളുടെ അമ്മ ജോലി ചെയ്യുന്ന സമയത്ത് വാങ്ങിയിട്ടതാണ്. എല്ലാ പ്രമാണങ്ങളുമുണ്ട്. പിന്നെ പ്രിയമോളുടെ കല്യാണത്തിനുള്ള സ്വർണവും അധികമൊന്നുമില്ല. അത് ലോക്കറിലുണ്ട്. ഇത് ഒന്നും മനസ്സിലാവാതെ മാഷിനെ നോക്കി. എല്ലാം ഞാൻ പ്രിയമോളുടെ കൂടി സമ്മതത്തോടെ ഇങ്ങനെ മാറ്റി എഴുതി രജിസ്റ്റർ ചെയ്തു വച്ചിട്ടുണ്ട്. യദു എന്റെ നന്ദൻ തന്നെയല്ലേ? മാഷ് കണ്ണു തുടച്ചു. അത് വേണ്ട, ഇതിന് യദു അർഹനല്ല, സാവിത്രിയമ്മ പറഞ്ഞു. സാവിത്രി എന്റെ ഭാര്യയാണെങ്കിൽ യദു എന്റെ മകനാണ്, പ്രിയമോളുടെ ഏട്ടനാണ്. താൻ പ്രിയമോളെ സ്വന്തമായി തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ ഞാൻ മാത്രം എന്തിന് വേർതിരിച്ച് കാണിക്കണം? യദുവിന്റെയും സാവിത്രിയമ്മയുടെ വാദങ്ങൾ മാഷിന് ഈ ഒരു സംസാരത്തിൽ ദുർബലമായി. ഇനി അവരോട് പറയണം, യദു പ്രിയനന്ദനത്തിലെ ശേഖരൻ മാഷിന്റെയും സാവിത്രിയമ്മയുടെയും മകനാണെന്നും അവർക്ക് താല്പര്യമെങ്കിൽ മാൾട്ടയ്ക്ക് പോകുന്നതിന് മുൻപ് കല്യാണമോ നിശ്ചയമോ എന്തു വേണമെങ്കിലും നടത്താം എന്ന് അച്ഛനും അമ്മയും പറഞ്ഞെന്ന് അറിയിച്ചോളൂ. ആ കുട്ടിയോട് ഈ ആഴ്ച തന്നെ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നും പറയണം. മകളെ അത്യാവശ്യ സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലേക്ക് തന്നെയാണ് വിവാഹം കഴിപ്പിച്ച് അയക്കുന്നതെന്ന് അറിഞ്ഞാൽ അവർക്കും ആശ്വാസമാകും. മാഷ് പറഞ്ഞു നിർത്തിയപ്പോൾ യദു മാഷിനെ കെട്ടിപ്പിടിച്ചു. യദു, ഞാൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അതുകൊണ്ട് ഗ്രീഷ്മയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് എനിക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് 2 കൊല്ലം കഴിഞ്ഞ് ഒരു ആലോചനയുമായി ആ വീട്ടുകാരെ സമീപിക്കാം എന്ന് യദു പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകാം. കാരണം ഞാൻ യദുവിന്റെ മനസ്സറിയുന്ന ഒരച്ഛനാണ്. ഇനി സമയം കളയാതെ ഗ്രീഷ്മയെ വിളിച്ച് സംസാരിക്കൂ. സ്കൂളിൽ നിന്നും വന്ന പ്രിയയ്ക്ക് ഒരുപാട് സന്തോഷമായി. ഗ്രീഷ്മയുടെ കാര്യം അറിഞ്ഞപ്പോൾ യദുവിന്റെ ഫോണിൽ നിന്നും ഗ്രീഷ്മയോട് സംസാരിച്ചു. അച്ഛാ, പ്രിയമോള് വിവാഹം അടുത്ത കൊല്ലം പ്രിയമോള് PGക്ക് ചേരുകയാണെന്ന് പറഞ്ഞു. നോക്കട്ടെ, നല്ല ആലോചന വല്ലതും വരികയാണെങ്കിൽ പ്രിയമോൾ കൂടി ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്താം. 2 കൊല്ലം സമയം ചോദിച്ചിട്ടുണ്ട് പ്രിയമോൾ. അപ്പോഴേക്കും യദു ആദ്യത്തെ ലീവിന് വരുമല്ലോ. മാഷ് പറഞ്ഞപ്പോൾ യദു അതിനോട് യോജിച്ചു. മീരയും അവിയും മാഷിനെ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഇക്കുറി ഓണത്തിന് 2 പേരും വീട്ടിലേക്ക് വരണം എന്ന് മാഷ് പ്രത്യേകം ക്ഷണിച്ചു.
മീര ഉറപ്പായും കുടുംബത്തെ കൂട്ടി എത്തണമെന്ന് മാഷിന് വാക്കുകൊടുത്തു. അഭി ഒന്നും പറഞ്ഞില്ല. ഓണം ഒരുമിച്ച് ആഘോഷിച്ചതിന് ശേഷം ഒരു ദിവസം കൊച്ചിയിലേക്ക് വന്ന് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ മീരയോടൊപ്പം വരാമെന്ന് പറഞ്ഞു മാഷ്. അഭി മാഷിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും പ്രിയ അനിഷ്ടം പ്രകടിപ്പിക്കാറുണ്ട്. പ്രിയ അടുത്തുണ്ടെങ്കിൽ മാഷ് പ്രിയ ഫോൺ കൊടുക്കും. പ്രിയ PG പഠിക്കുമ്പോൾ തന്നെ PhDക്കുള്ള ഫോക്കസ് മനസ്സിൽ കാണണം. എനിക്ക് പരിചയമുള്ളൊരു പ്രൊഫസറുണ്ട്. എൻ്റെ പേഷ്യൻ്റാണ്, റിട്ടയർഡാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ മകളുടെ കൂടെ സെറ്റിൽഡ് ആണ്. ഒരുപാട് ബുക്സൊക്കെ എഴുതിയിട്ടുണ്ട് അക്കാദമിക്സ് റിലേറ്റഡ് ആയി. ഞാൻ കോണ്ടാക്ട് തരാം, പ്രിയ സംസാരിക്കും. അങ്ങനെ പഠനവും ഭാവിയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമാണ് അവയുടെ സംസാരം. അച്ഛനെ മുഷിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് പ്രിയ ഒരല്പം നേരത്തെങ്കിലും അവയുടെ സംഭാഷണം കേട്ടിരിക്കുന്നത്. ഒറ്റ വാക്കിലെ ഉത്തരങ്ങളോ മൂളലോ ആകും മിക്കവാറും പ്രിയയുടെ അഭിയോടുള്ള പ്രതികരണങ്ങൾ. പക്ഷേ മീര വിളിക്കുമ്പോൾ സൈറമോളുടെ കാര്യങ്ങളും മറ്റും ചോദിച്ച് വളരെ സന്തോഷമായി പ്രിയ സംസാരിക്കാറുണ്ട്. ബി, നിന്നെ ഞാൻ നമ്മുടെ ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യട്ടെ? മീര അബിക്ക് മെസ്സേജ് അയച്ചു. യെസ്. അബിയുടെ മറുപടി മീരയിൽ ആഹ്ലാദം ജനിപ്പിച്ചു. ആഡ് ചെയ്ത ഉടനെ മെസ്സേജുകളുടെ പ്രഹരമായിരുന്നു ഗ്രൂപ്പ് നിറയെ. എടാ പുല്ലേ, ഞങ്ങളൊക്കെ വിട്ട് എങ്ങനെ ഇത്ര നാൾ ഇരിക്കാൻ തോന്നിയടാ? ഒരു സർജറി ഉണ്ട്, ബാക്കി പിന്നെ. ഡോക്ടർ അജയ്നാഥൻ, ബാച്ചിലർ കാർഡിയക് സർജൻ, ആദ്യത്തെ 2 ചീത്തയുടെ അകമ്പടിയോടെ മെസ്സേജ് ഇട്ടു. അളിയ, മാനേജ്മെന്റ് ശരിയല്ല. എനിക്ക് ചോദിക്കാനും പറയാനും ആളോടൊന്ന് അറിയിക്കടാ. ഒന്നും എന്നോടിച്ച് സെറ്റാക്കി താടാ. ഡാ, നന്ദന്റെ കൂടെ നിന്നെയും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോലെ ആയിരുന്നു. വെൽക്കം ബാക്ക് ഡാ. അങ്ങനെ നിറയെ സ്നേഹ സന്ദേശങ്ങൾ. മീര അവർ നന്ദന്റെ വീട്ടിൽ പോയതും ഫാമിലി മീറ്റ് ചെയ്തതുമായ വിശേഷങ്ങളും ഫോട്ടോകളും പങ്കുവച്ചു. ഇതിപ്പോ മാസങ്ങൾ കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പോഴാണോ മീരെ നീ ഇത് പറയുന്നത്? ഡോക്ടർ ജോസഫ് മാത്യു ചോദിച്ചു. എടാ, ഇവൻ കൂടി വന്നിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയതാ, മീര മറുപടി നൽകി. അബിയോട് എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ വിശേഷങ്ങൾ തിരക്കി. പലരും വിളിച്ച് സംസാരിച്ചു. പണ്ട് തൊട്ടേ ക്ലാസ്സിൽ ആസ്ഥാന ഫോട്ടോഗ്രാഫർ ഡോക്ടർ അമീർ ആയിരുന്നു. ഞാൻ ഒരു പഴയ ഫോട്ടോ ഇട്ടോട്ടെ? അമീർ ഗ്രൂപ്പിൽ ചോദിച്ചു. നീ ഇടുമോനെ, ഞങ്ങളും കൂടി ഒന്ന് കാണട്ടെ. ജോസഫ് പ്രോത്സാഹിപ്പിച്ചു. തെണ്ടി, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലടാ. പിന്നെ അമീർ ഒരു പഴയ വീഡിയോ ഡിജിറ്റലൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്തു. എന്റെ കയ്യിൽ അവന്റെ ഒരുപാട് പാട്ടിന്റെ വീഡിയോസ് ഉണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. ഇതിപ്പോ എല്ലാരും അവന്റെ വർത്തമാനം പറഞ്ഞതുകൊണ്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അമീർ ആ വീഡിയോ കീഴിൽ ടൈപ്പ് ചെയ്തു. നന്ദന്റെ പാട്ടായിരുന്നു ആ വീഡിയോയിൽ. ക്യാമ്പസിൽ ഒരു സായാഹ്നം. ഫസ്റ്റ് ഇയറിന്റെ സമയം. ഞാവൽ മരത്തിന്റെ തണലിൽ ഇരുന്ന് നന്ദൻ പാടുകയായിരുന്നു. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, നാനുനൈ നീങ്ക മാട്ടേ നീങ്കിനാൽ തൂങ്ക മാട്ടേ, சேர்ந்ததேன் ജീവനേ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. അബിയും മീരയും വർഷങ്ങൾക്ക് ശേഷം നന്ദനെ കേൾക്കുകയായിരുന്നു. വൈകിട്ട് മീര അബിയെ വിളിച്ചു. കണ്ടോ അബി, നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരാ. ഇനിയെങ്കിലും നീ തിരിച്ചു വരണം. നിന്റെ ആഗ്രഹം പോലെ കേരളത്തിൽ വർക്ക് ചെയ്യൂ. നന്ദൻ പണ്ട് പറയാറില്ലേ, ഒരേ ഹോസ്പിറ്റൽ നമ്മൾ 3 പേരും ഒരുമിച്ച് ജോലി ചെയ്യുന്ന സ്വപ്നത്തെ പറ്റി. ഞാൻ ഗൈനക്കോളജി, നീ ഓർത്തോപീഡിക്സ്, പിന്നെ നന്ദൻ പീഡിയാട്രിക് കൈകാര്യം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. അബിയും നന്ദന്റെ ആ ആഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. എല്ലാവരും ഉറക്കമായി എന്ന് ഉറപ്പാക്കിയ ശേഷം സാവിത്രി അമ്മ യദുവിന്റെ മുറിയിലേക്ക് ചെന്നു. യദു, എന്തൊക്കെയാ നീ പറഞ്ഞത്? നിനക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടായിട്ട് അമ്മയോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഒരു റിസപ്ഷനിസ്റ്റ് എന്ത് ശമ്പളം ഉണ്ടാകും? അതും താഴെ 2 അനിയത്തിമാർ. നീ എന്ത് ഭാവിച്ചാണ്? സാവിത്രിയമ്മ ദേഷ്യത്തിൽ അടക്കി പിടിച്ച സ്വരത്തിൽ ചോദിച്ചു. ഞാനൊരു പൊട്ടനാണെന്ന് മറ്റും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ?
യദു സാവിത്രിയമ്മയുടെ അടുത്ത് വന്ന് ചെറിയ ചിരിയോടെ ചോദിച്ചു.